ചെറിയൊരു കാര്യം കൂടി, ചെറുതല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു കള്ളപ്പട്ടണി സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ആളുകൾ മുഴുവൻ ലോകത്ത് വലിയ തോതിൽ പട്ടിണിയൊക്കെ അനുഭവിക്കുന്ന സ്ഥലങ്ങൾ പലതുണ്ടെങ്കിൽ പോലും ആകെക്കൂടി പട്ടിണി ഉള്ള സ്ഥലം ഇന്നിപ്പോൾ ഗാസ മാത്രമാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. യമനിൽ പട്ടിണി കിടക്കുന്ന, മരിച്ചിട്ട് കഴിഞ്ഞു പോയിട്ടുള്ള, സ്വർഗത്തിലെത്തിയിട്ടുള്ള ആളുകളുടെ എണ്ണം എണ്ണിയാൽ ലക്ഷങ്ങൾ വരും. ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സുഡാനിലും അതുപോലെ തന്നെ യമനിലും ആണ് ഏറ്റവും കുഴപ്പം പിടിച്ച പട്ടിണി നിലനിൽക്കുന്നത് എന്ന് UN ഫുഡ് പ്രോഗ്രാം അവർ പോലും പറഞ്ഞിട്ടുള്ള സംഗതി ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ ഗാസയിലെ സാധനം ഇല്ലാത്ത പട്ടിണി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കഷ്ടപ്പെടുന്നത് ഇതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് മുന്നേ പറയുന്നത്. കാരണം തെളിവുകളില്ല. നിങ്ങൾ ഈ പറച്ചിലിനപ്പുറത്തേക്ക്, അതും ഈ തീവ്രവാദ കൂട്ടമായ ഹമാസ് മുന്നോട്ട് വെക്കുന്ന ചിത്രങ്ങളും അവർ വെക്കുന്ന കഥകളും അല്ലാതെ ഒരു തെളിവ് പോലും നിങ്ങൾക്ക് തരാനില്ല. എന്നാൽ ഉള്ള തെളിവ് മുഴുവൻ അവിടെ പട്ടിണി ഇല്ല എന്നുള്ളതിൻ്റെ തെളിവുമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാവാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനം ഇവിടെ ഉണ്ടായിരിക്കുക. നമുക്ക് അതൊന്നും കൂടി ഒന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പറയാമെന്നാണ് വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഗാസയിൽ നടക്കുന്നത്? അവിടെ യഥാർത്ഥത്തിൽ പട്ടിണി ഉണ്ടോ? പട്ടിണിയില്ല. എന്നാൽ അവിടെ ഫുഡ് ഷോർട്ടേജ് ഉണ്ടോ? ഫുഡ് ഷോർട്ടേജ് ഉണ്ട്. എങ്ങനെയാണ് ഫുഡ് ഷോർട്ടേജ് ഉണ്ടാകുന്നത്? ഭക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിലാണോ? ഭക്ഷണം അവരിലേക്ക് എത്താത്തതിൻ്റെ പേരിലാണോ? ഭക്ഷണം എത്താത്തതിൻ്റെ പേരിലാണ്. അപ്പോൾ ആളുകൾ പട്ടിണി കിടക്കുന്നതാണോ അതോ അവർ വിശന്നിരിക്കുന്നതാണോ? വിശന്നിരിക്കുന്നതാണ്. പട്ടിണി എന്നൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ വേറെയാണ്. പക്ഷേ ഭക്ഷണം കിട്ടാതെ ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടോ? അതുമുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു വലിയ ഒരു സ്റ്റാർവേഷൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ചിത്രങ്ങൾ മുഴുവൻ സത്യത്തിൽ നിങ്ങളുടെ മൂട്ടിൽ വെക്കുന്ന വെടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ മൂട്ടിൽ കൊണ്ടൊരു വെടി, അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അത് ഈ ഒരു ചിത്രമാണ്. ഈ ചിത്രം കാണിച്ചിട്ടാണ് സത്യത്തിൽ ഇവിടെ ഗാസയിലെ പട്ടിണിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുട്ടി ആയതാണ്. ഇതുപോലെ മറ്റു പല കുട്ടികളുടെയും ചിത്രം ഇവിടെ ഉണ്ട്. ഇതിൽ മറ്റൊരു ചിത്രമാണ് ഈ കാണുന്നത്. ഇതേപോലെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിക്ക് അസുഖമാണ്. ഈ അസുഖമുള്ള കുട്ടികൾ, അതുപോലെ വേറൊരു കുട്ടിയുടെ ചിത്രം ഇതുപോലെ കണ്ടു. അത് ഒരു ഈസോഫാജിയൽ സ്ട്രിക്ചർ എന്ന് പറയുന്ന ഒരു അസുഖമുള്ള ഒരു കുട്ടി. ആ കുട്ടിക്കും ഭക്ഷണം ഇറക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ ബിരിയാണി കൊടുത്താൽ ആ കുട്ടിക്ക് വിഴുങ്ങാൻ കഴിയില്ല. അങ്ങനെയുള്ള കുട്ടികൾ മരണപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാകുന്ന ഈ തരം അസുഖങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം അത് വേറൊരു വിഷയമാണ്. ഈ കൺസാങ്ഗ്നിയസ് മാരേജ്, ഫസ്റ്റ് കസിൻ മാരേജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗാസ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ രക്തബന്ധുക്കൾ തമ്മിലുള്ള ഈ വിവാഹം ചെയ്യൽ, അതിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഇതുപോലെ ജനിതക തകരാറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അത് പോട്ടെ, തൽക്കാലം പടച്ചോനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതിൽ നമ്മൾ ഇടപെടുന്നില്ല, പോട്ടെ. പക്ഷേ നിങ്ങളിവിടെ ഈ ചിത്രം കൊടുക്കുമ്പോൾ ഈ കുട്ടിയുടെ ചിത്രം കാണിച്ച് ഇവിടെ പട്ടിണിയാണെന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് ആ കുട്ടിയുടെ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. ആ ചേട്ടന് പട്ടിണി കിടക്കുന്നില്ല. അവൻ കയ്യിൽ ഭക്ഷണം പിടിച്ചും അല്ലെങ്കിൽ തിന്നിട്ടും ജീവിക്കുന്ന കുട്ടികളാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ ഈ ചിത്രം വെക്കുമ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇവിടെ ഈ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ ഈ കുട്ടിക്ക് സത്യത്തിൽ എന്താണ് പ്രശ്നം? ഈ കുട്ടി ഈ ഗാസയിൽ ഉണ്ടായിരുന്ന കുട്ടിയാണെന്ന് മാത്രമല്ല, ഈ കുട്ടിയുടെ പേര് ഒസാമ എന്നാണ്. ആ കുട്ടിയുടെ പേര്, ഈ കുട്ടിക്ക് ഉണ്ടായിരുന്ന ഒസാമ അൽ റക്കബ് എന്നാണ് പേര്. ഈ കുട്ടിക്ക് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു ജനറ്റിക് പ്രോബ്ലമാണ്. ഈ അസുഖം ഉണ്ടായിട്ടുള്ള കുട്ടികൾ അവർക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ഇമാസിയേഷൻ ഉണ്ടാകുന്നു, സ്റ്റാർവേഷൻ ഉണ്ടാകുന്നു. ഇതാണ് ഈ കുട്ടി ചികിത്സയിലാണ്. ചികിത്സ എവിടെയാണ്? ചികിത്സ ഇറ്റലിയിലാണ്. എങ്ങനെയാണ് ഈ കുട്ടി ഗാസയിൽ നിന്ന് ഇറ്റലിയിലേക്ക് എത്തിച്ചത്? ഇസ്രായേലിൻ്റെ സഹായത്തോടു കൂടി. അതാണ് ഇതിൽ മറ്റൊരു തമാശ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കെ ഇറ്റലിയിൽ കിടക്കുന്ന കുട്ടിയുടെ ചിത്രം എടുത്ത് വെച്ചിട്ടാണ് ഇത് ഗാസയിലെ കുട്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ. അപ്പോൾ ഈ കൊണ്ടുപോകുന്നതിന് മുന്നേയുള്ള പടമാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് വലിയ തോതിലുള്ള ഡിസ്കഷൻസ് ഓൺലൈൻ മീഡിയയിലും അതുപോലെ അല്ലാതെയുള്ള സ്പേസിലും വന്നു കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ അത് സംബന്ധിച്ചിട്ട് പത്ര റിപ്പോർട്ടുകളും അതുപോലെ പ്രസ് റിപ്പോർട്ട്സും ഒക്കെ പുറത്തേക്ക്, അതായത് പത്രപ്രവർത്തകരുടെ അനുഭവങ്ങളെല്ലാം പുറത്തേക്ക് വരികയാണ്. അതിലൊരു സംഗതിയാണ് ഇത് ഫ്രീ പ്രസ് അവരുടെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ളൊരു ഇത്. ഐ ഡോണ്ട് നോ ഇഫ് പീപ്പിൾ ആർ ഡൈയിങ് ഡയറക്ട്ലി ഫ്രം ഹങ്കർ as is being claimed in Gaza, but there is hunger in Gaza and we need to stay this loud and clear. നമ്മൾ പറയുന്നു കുട്ടികൾ അവിടെ പട്ടിണി കിടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അവരവിടെ ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. പക്ഷേ അതിനർത്ഥം അവർ മരിച്ചു വീഴുന്നത് മുഴുവൻ ഇതുകൊണ്ടാണെന്ന് പറയുന്നതും ശരിയല്ല. കാരണം അതിന് തെളിവില്ല. മാത്രമല്ല അവിടെ ഭക്ഷണം ഉള്ളതിനുള്ള തെളിവ് വേറെയുണ്ട്. അതിനൊക്കെ നമുക്ക് വരാം. അപ്പോൾ ഇതാരാ പറയുന്നത്? ഒഹാദ് ഹിമോ, പാലസ്തീനിയൻ അഫയേഴ്സ് റിപ്പോർട്ടർ ഫോർ ചാനൽ 12 ന്യൂസ്, ഇസ്രായേൽസ് മോസ്റ്റ് വൈഡ്ലി വാച്ച്ഡ് ന്യൂസ് പ്രോഗ്രാം. ഇസ്രായേലിൽ തന്നെയുള്ള മീഡിയയാണ് ഈ പറയുന്നത്. അവർ പുറത്തേക്ക് വിട്ടുള്ള അവരുടെ റിപ്പോർട്ടറാണ് പറയുന്നത്. പാലസ്തീനിയൻ സംഗതികൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾ. ഇനി ഇത് കൂടാതെ മറ്റു പല ആളുകളും പറയുന്നത് നമുക്ക് കേൾക്കാം. ഇത് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള നമ്മളിവിടെ മുന്നേ പറഞ്ഞിട്ടുള്ള അംജദ് താഹ, അതായത് ഈ അബ്രഹാം അക്കോർഡ്സിൻ്റെ ഭാഗമായിട്ട് മിഡിൽ ഈസ്റ്റ് റിലേഷൻസ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രോഗ്രാമിലൊക്കെ വലിയ തോതിൽ ചർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവരെ നമ്മളെ ചാനലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അറിയാൻ കഴിയുന്നത് ദേ ആർ സ്പീക്കിംഗ് നോട്ട് ഓൺ ദെയർ ഓൺ. അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവർ സംസാരിക്കുന്നത് അതായത് UAE മിനിസ്ട്രി പറയുന്ന സ്ഥലത്ത് അവർ പോകുന്നതിനനുസരിച്ച് അവരുടെ പെർമിഷനോട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിളിച്ചാലും നമ്മൾ ചാനലിലേക്ക് ഉടനെ വന്നോളുന്നില്ല. പക്ഷേ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് പെർമിഷൻ കിട്ടിയാൽ അവർ വരും എന്നാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. സോ വി ആർ ട്രൈങ്.
അപ്പോൾ ഇതിൽ അംജദ് താഹ പറയുന്നത് എന്താണ്? അംജദ്, UN is starving Gaza on purpose. എന്താണത്? They are hoarding food like warlords, letting children starve so Hamas can keep playing victim. 900 plus trucks, millions in food and aid, all sitting inside Gaza, not outside, inside, owned by the UN. But the UN refuses to give a single bite to starving civilians. Why? Because Hamas, the sick terrorists of the Muslim Brotherhood, told them not to. The UN is obeying Hamas, using hunger as a negotiation tool with Israel. Israel let the aid in. The US begged the UN to hand it out. The UN refused. And why else? Because GHF updates is feeding people without Hamas dirty hands. അപ്പോൾ GHF എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് വഴി ഇസ്രായേൽ US കണക്ഷനോടുകൂടി അവരുണ്ടാക്കിയിട്ടുള്ള ഒരു എന്താണ് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ, അത് വെച്ചുകൊണ്ട് അവർ ഈ സാധനം ചെയ്യുമ്പോൾ അതിൽ ഒന്നാമത്തെ പരിക്കാർക്കാണ് പറ്റുന്നത്, അത് ഹമാസിനാണ്. കാരണം ഹമാസ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈ വരുന്ന ഈ എയ്ഡ് മുഴുവൻ അവർ തട്ടിയെടുത്ത് അവർ കൊണ്ടുപോയി ഹോഡ് ചെയ്ത് അത് ഈ നാട്ടുകാർക്ക് തന്നെ വിൽക്കുന്ന അവസ്ഥയാണ്. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്, നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഇത് ആരാ വിതരണം ചെയ്യണത്? ഇത് UN ചെയ്യണം. UN ഇത് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്താ UN ചെയ്യാത്തത്? ഈ UNൻ്റെ ആളുകളായിട്ട് ഹമാസിൻ്റെ ആളുകൾ തന്നെയാണ് ഈ പറയുന്ന ഗാസയിലുള്ളത്. അപ്പോൾ UN ചെയ്യുമെന്ന് പറഞ്ഞാലും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹമാസ് വിചാരിക്കണം. ഹമാസ് അത് ചെയ്യില്ല. അതുകൊണ്ടാണ് UN അത് ചെയ്യാൻ പറ്റാത്തത്. UNRWA എന്ന് പറയുന്ന സംഘടന, ആ സംഘടന മൊത്തം അടിമുടി ഹമാസാണ്. അതിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അവരുടെ വേഷം പോലും ധരിച്ചിട്ടാണ് ഒക്ടോബർ 7 അവിടെ കയറി നരനായിട്ട് നടത്തിയത്. അവരുടെ വണ്ടിയിലാണ് ഈ ശവങ്ങൾ തട്ടിക്കൊണ്ടുപോയത്, പലതിന് ഹോസ്റ്റേഴ്സായിട്ട് പിടിച്ചുകൊണ്ട് പോയതൊക്കെ. അതുകൂടാതെ ഇവരുടെ വണ്ടിയിൽ തന്നെയാണ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും തീവ്രവാദികൾ ഒളിച്ചും പാത്തും നടന്നുകൊണ്ടിരുന്നത്. അവരുടെ ടെൻറ്റുകളിലാണ് പല ഹോസ്റ്റേഴ്സിനെയും താമസിപ്പിച്ചിരുന്നത്. അവരുടെ എന്താണ് ടാർപ്പായ പോലും മാറ്റിയിട്ടില്ല, അതിനകത്ത് ഈ പേരും വെച്ചിട്ടാണ് അവരതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ നിന്നിട്ട് പല പരിപാടികൾ ഒപ്പിച്ചത്. ഇതാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ കാണുന്നതിന് why else? Because GHF updates is feeding people without Hamas dirty hands. ഹമാസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ അവർ ചെയ്യുന്നു. ഇതാണ് ഹമാസിനെ ചൊടിപ്പിക്കുന്നത്. ദാറ്റ് പിസ്ഡ് ഓഫ് ദ UN-നും അത് ബുദ്ധിമുട്ടായി. സോ നൗ ദേ ആർ റിവെഞ്ചിങ് ഓൺ ഇന്നസെൻറ്റ് പീപ്പിൾ. അപ്പോൾ ഈ സാധാരണ മനുഷ്യന്മാരെ വെച്ചിട്ട് അവർ കളിക്കുന്നു. യെസ്, റിവെഞ്ചിങ്. ആൻഡ് ദേ ഗ്യാസ് ലൈറ്റ് ദ വേൾഡ്, പുഷ് ഇറ്റ് ടു ദ TikTok, blame Israel, blame America while they starve babies and starve terrorists. You are not peacekeepers, you are enablers of evil. Shame on you, UN. Shame on every coward who falls for this, for your filthy lie. ഇതാണ് പറഞ്ഞത്. ഇതാണ് നമ്മളും പറയുന്നത്. എന്തുകൊണ്ട് ഹമാസ് ആണ് പ്രശ്നം ഇതിനകത്ത്, എന്തുകൊണ്ട് UN ഇതിനകത്ത് കംപ്ലിസിറ്റ് ആണെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഇനി അതിൻ്റെ തെളിവുകളിലേക്ക് നമുക്ക് പോകാം. ഇത് ഈ ഫുഡ് എവിടെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ ചിത്രങ്ങൾ, ഇതൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തുവിട്ടാണ്. 24-ാം തീയതി ഇവിടെ പട്ടിണിയാണേ എന്ന് പറഞ്ഞുള്ള നിലവിളി നടക്കുന്നതിൻ്റെ ഇടയിൽ വന്ന ചിത്രങ്ങളാണ് ഈ കാണിക്കുന്നത്. ഹിയർ ആർ ദ ഫോട്ടോസ് ഓഫ് UN ട്രക്സ് ആൻഡ് ഇനഫ് ഫുഡ് ടു ഫീഡ് ഓൾ ഓഫ് ഗാസ ബട്ട് ഇറ്റ് സിറ്റ്സ് റോട്ടിങ്. അവിടെ ഇരുന്ന് ചീഞ്ഞ് നാറുകയാണ്. UN is a tool of Hamas. US-based GHF is actually delivering food for free and safely. UN food is either looted by Hamas or rots in the sun. Photos from yesterday. അതായത് 24-ന് പബ്ലിഷ് ചെയ്യുമ്പോൾ 23-ന് എടുത്ത പടം, ചിത്രം ഇവിടെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ചിത്രം. അപ്പോൾ ഭക്ഷണം അവിടെ ഉണ്ട്. ഇത് കൊടുക്കാൻ UN തയ്യാറല്ല, ഇത് കൊടുക്കാൻ ഹമാസ് അനുവദിക്കുന്നുമില്ല. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇതിൻ്റെ വീഡിയോസ്, ഇത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്. അതിൽ ന്യൂയോർക്ക് ടൈംസ് ഒരു ന്യൂസ് കഴിഞ്ഞ ദിവസം വിട്ടു. എന്താണ്? നോ പ്രൂഫ് ഹമാസ് റുട്ടീൻലി സ്റ്റോൾ UN എയ്ഡ്, ഇസ്രായേലി മിലിറ്ററി ഒഫീഷ്യൽ സേ. ഇതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ റുട്ടീൻലി അത് കട്ടുകൊണ്ട് പോകുന്നതിന് തെളിവില്ല എന്നും പറഞ്ഞിട്ടൊരു വാർത്ത. അപ്പോൾ അതിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് തെളിവുകൾ അവർ തന്നെ പുറത്തു, അതായത് എന്താണ് 10 സെക്കൻഡ് മതി ഈ സാധനം മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചില വീഡിയോസ് പുറത്തുവിട്ടു. അതിൽ ഓരോരോ വീഡിയോ ആയിട്ട് നമുക്കൊന്ന് കണ്ടു കളയാം. ദിസ് വീഡിയോ ഷോസ് ഹമാസ് സ്റ്റീലിംഗ് എയ്ഡ് ഫ്രം ദെയർ ഓൺ പീപ്പിൾ. ആ ട്രക്ക് എങ്ങനെയാണ് അടിച്ചുകൊണ്ട് പോകണമെന്നുള്ളത് ഒന്ന് കണ്ടേക്കാം. ഇതാ വെടിവെച്ച് നാട്ടുകാർ ഓടിച്ച് ട്രക്ക് അടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് നമ്മളെ കാക്കാമാർ ഇവിടെ ശ്രദ്ധിക്കൂ. ഇബട്ടെ ഓക്കെ, ഇബട്ടെ നോക്കുക, വീഡിയോ കാണുക. നിങ്ങളുടെ നിലവിളിയൊന്നും ഇനി നടക്കില്ല. ഇതാരാരെയാണ് ഈ വെടിവെക്കണത്? അല്ലാഹു അക്ബർ കേൾക്കുന്നുണ്ടാവും കേട്ടോ ഇടയിൽ. ഇനി അടുത്ത വീഡിയോ, ഇത് ഹമാസ് ബീറ്റിംഗ് അപ്പ് ഗാസൻസ് ഹു ടേക്ക് എയ്ഡ്. അതായത് എയ്ഡ് എടുക്കാൻ വേണ്ടി വരുന്ന ഗാസൻ ജനതയെ തല്ലിച്ചതയ്ക്കുന്ന ഹമാസ്. ഒന്ന് കണ്ടേക്കാം.
ഇതിലാരെങ്കിലും ചത്താൽ അതും ഇസ്രായേലിന്റെ തലയിലായിരിക്കും. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്വന്തം ജനതയെ തല്ലിച്ചതയ്ക്കുന്ന ഹമാസിനെയാണ് ഈ കാണുന്നത്. ഇത് ഒരു ചിത്രം. ഇതുകൂടാതെ മറ്റ് പല വീഡിയോസ് നമ്മൾ മുന്നേറ്റുണ്ട്. ഹമാസിനെതിരെ പ്രക്ഷോഭം ചെയ്ത് അവിടെ നേതാവായിട്ടുണ്ടായിരുന്ന ഒരു ഹമാസിൻ്റെ ഗാസയുടെ തന്നെ ഒരു യുവാവായിട്ടുള്ള ഒരാൾ കയ്യും കാലൊക്കെ തല്ലി ഓടിക്കുന്നുണ്ട്. കല്ലൊക്കെ എടുത്ത് എറിഞ്ഞിട്ടാണ് അയാൾ കാലൊക്കെ ഓടിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്, നമുക്കിവിടെ പ്ലേ ചെയ്യാൻ കഴിയില്ല. അത് അത്രമാത്രം എന്താണ് ഗോർ വീഡിയോസാണ് അതൊക്കെ. എല്ലൊക്കെ പുറത്തേക്ക് ചാടണ കാണാം. ഈ രീതിയിലുള്ള സാധനങ്ങൾ വരെ ചെയ്ത് സ്വന്തം ജനതയോട് കാണിക്കുന്ന പാതകമാണിത്. എന്നിട്ടും നിങ്ങളുടെ പരാതി അത് ഇസ്രായേലിൻ്റെ തലയിലേക്ക് ഇടുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. ഇനി അടുത്തത് എങ്ങനെയാണ് ഹമാസ് മുതലാളിമാർ അവിടെ ആഘോഷിക്കുന്നത്, അവർ ഭക്ഷണം വെച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം പ്ലേ ചെയ്താണ് ഒന്നുകൂടിയും കണ്ടാളാം. കാക്കമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാക്കമാർ ഇവിടെ എപ്പെട്ട നോക്കുക. കോയാസ് പ്ലീസ് കമോൺ. ഓക്കെ, ദേ കാണൂ. ബനാന, ഡേറ്റ്, മീറ്റ്, പ്ലേറ്റ് ഓഫ് റൈസ്. ഇത് എവിടെ ഇരിക്കുന്നത്? തുരങ്കത്തില്. മാങ്ങ ഉണ്ട്. والبلح بلح يا ابو بهجت واليوم 5 لفات رز قدحت يا ابو بهجت وراحن عليك يا ابو خالد. راحت عليك الخير كله كب علينا يا ابو خالد. ان شاء الله يا اخوان ابو خالد حيقصر حيجيب لكم عام مبرومه. يخلف على اللي جابوا خسر والله مطمنه طعمه. ويخلف على الاخ ابو بكر بعد لنا مانجا وبلح وموز. الاخ ابو بكر وحلب من عند ام احمد. مرت هنا ابو دقه بعد لنا حلب يا ناس. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ കാക്കമാർ കണ്ടാണ്. കോയാസ് പ്ലീസ് നോട്ട്. ഇതാണ് നിങ്ങളുടെ മുതലാളിമാർ അവിടെ എങ്ങനെയാണ് ഈ ഗാസൻ ജനതയെ പട്ടിണിക്കിടുന്നത് എന്നുള്ളത്. അതായത് തുരങ്കത്തിലിരുന്നിട്ട് ഹമാസിൻ്റെ മുതലാളിമാർ മൂക്കുമുട്ടെ തിന്നതടിക്കുകയാണ്. അവരൊക്കെ കണ്ടറിയാം ദിവസങ്ങളായിട്ട് പട്ടിണി എടുക്കുകയാണെന്നുള്ളത് ആ കുടവേർ കണ്ടാൽ. എന്നിട്ട് പറയുന്നത് നാട്ടുകാർ മുഴുവൻ പട്ടിണിയാണെന്നാണ്. ഇതൊക്കെ വിശ്വസിക്കാൻ നിങ്ങളെപ്പോലെയുള്ള മദ്രസ മണ്ടന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ, മദ്രസ പൊട്ടന്മാർക്ക്. നമ്മളെ അതിൽ കിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ എന്താണ് ഇസ്രായേലിൻ്റെ ഭാഗം നമ്മൾ പറയും. അതിൻ്റെ കാരണം ഇതാണ്, തെളിവുകൾ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ അതെ ഗാസൻസ് ബ്ലെയിം ഹമാസ് ഫോർ സ്റ്റാർവിങ് ദം. എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്, ആരാണ് പട്ടിണിക്കിടുന്നത് എന്ന് ഒരു ഗാസൻ ജനതക്കാരൻ തന്നെ പറയട്ടെ. അവരവിടെ അറബിയിൽ പറയുന്നതെന്ന് തർജ്ജമ ചെയ്തു പോവാം. We don't need to show ID or do an iris scan. Okay? All of Gaza has come to get aid. എല്ലാ ഗാസൻ ജനതയും അവിടെ ഇത് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ആളുകൾ വന്നിട്ട് 2-3 പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകും. ഹമാസ് ഡസൻ വാണ്ട് യു ടു ഗോ ടു ദ അമേരിക്കൻസ്. ഹമാസിന് അവിടെ ഈ GHFൻ്റെ അടുത്ത്, GHF എന്ന് പറയുന്ന സാധനം അമേരിക്കയുടെ ആണെന്നാണ് കേട്ടോ അവിടെ നാട്ടുകാർ പറയാം. അങ്ങോട്ടേക്ക് പോകരുത് എന്നാണ് അവരുടെ ആവശ്യം. അതാണ്. ഓക്കെ, ബ്ലസ് ദ അമേരിക്കൻസ്, ദേ ആർ ഗിവിംഗ് us ഫ്ലോർ ആൻഡ് ഫുഡ്. ഇതാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒസാമ ഹംദാൻ ഈസ് ഇൻ ഖത്തർ വെൽ ഫെഡ് എന്ന് വെച്ചാൽ നമ്മളുടെ മുതലാളി അവിടെ ഖത്തറിലിരുന്ന് തിന്ന് കൊഴുത്ത് ഇരിക്കുകയാണ്, ഞങ്ങളിവിടെ പട്ടിണിയിലാണ്. ഇതാണ് ഗാസൻ ജനത പറയുന്നത്. ഇപ്പോൾ സ്ലീപ്പിംഗ് അണ്ടർ എയർ കണ്ടീഷണേഴ്സ് വിത്ത് ഹിസ് വൈഫ്സ് ആൻഡ് ചിൽഡ്രൻ. അവരുടെ ഭാര്യയുടെ കാര്യം പറയുമ്പോഴാണ് സിൻവറിൻ്റെ ഭാര്യ പുതിയ എന്താണ് പുയ്യാപ്പിളയുമായിട്ട് അവിടെ തുർക്കിയിൽ കറങ്ങി നടക്കുന്നതിൻ്റെ ചിത്രം നാസ പുറത്തു വിട്ടിട്ടുണ്ട്. അതൊന്ന് പോയി കാണുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, വൈൽ ഫോഴ്സിങ് അസ് ടു ബി സ്റ്റെഡ് ഫാസ്റ്റ് എന്ന് വെച്ചാൽ സത്യത്തിൽ നമ്മളിവിടെ ഈ പറയുന്ന ഇവർ പട്ടിണി കിടക്കുകയാണ്. എന്താണ് ഹി ടെൽസ് us no one should go, ആരും പുറത്തേക്ക് പോകരുത്, ഇവിടെ തന്നെ ഉറച്ചു നിൽക്കണമെന്ന് പറയുകയാണ് ഈ പട്ടിണി കിടക്കുന്ന ആളുകളോട്, അവിടെ സൂചിച്ച് ജീവിക്കുന്ന ആളുകൾ. അപ്പോൾ ഇത് ആലോചിക്കേണ്ടത്, നമ്മൾ ഈ പറയുന്ന ഗാസൻ ജനത പട്ടിണി കിടക്കുകയാണ് എന്നുള്ള നിലവിളി, ഇത് എത്ര ഗാസക്കാർ ഇത് അറിയുന്നുണ്ട്. ഇത് ഇവരുടെ ഈ അവസ്ഥ ഇതുപോലെ തള്ളി വിട്ടിട്ട് ഇത് പുറത്തുള്ള ആളുകളാണ് ഇത് വെച്ച് കാശുണ്ടാക്കുന്നത്. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഓക്കെ, ബാക്കി നിങ്ങൾ കണ്ടാൽ മതി. Come take a look at the people, they are hungry. A message from the people to Hamas, give it up and go away. ഹമാസിനോട് പോകാൻ പറയണം. For God's sake, have mercy on us. Thank you, Trump. Hamas, we have arrived. God bless Trump. Trump feeds us while Hamas talks about resistance weapons. Okay.
الامريكان عشان يطعموهم. يخلف على ترامب. ثانك يو ترامب. انا اللي بطعم Thank you, Trump. يخلف عدينه. احسن ما واحد يجي من تعبان حماس تعبان قطر يقول لي ايش Better than خليك Hamas. وما تشاركوش الاسرائيليين الامريكيين فضل المشروع. لا بدنا نشاركهم بدنا ناكل. تعال طعميني وبدي. അപ്പോൾ പറയുന്നത് കേട്ടു. അതായത് എങ്ങനെയാണ് ഗാസൻസ് ഈ വിഷയത്തെ കാണുന്നത് എന്നുള്ളതാണ്. ഇത് ഇവിടെ ഉണ്ടായിരിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് അവിടെ പട്ടിണിക്ക് ഇടുന്നത് ഇസ്രായേലാണ്. അത് പള്ളി പറഞ്ഞാൽ മതി, അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾക്ക് പറയാം. ഇനി അടുത്തതാണ് നിങ്ങൾ കാണേണ്ട കാഴ്ച. ഇതെന്താണ്? അതായത് ഇവിടെ നമ്മൾ കണ്ടത് ഈ എയ്ഡ് എന്ന് പറയുന്നത് മുഴുവൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനം. ഇത് ഹമാസ് തട്ടിക്കൊണ്ട് പോയിട്ട് ഇത് എന്നിട്ട് മറിച്ച് വെക്കുന്ന കാഴ്ച. അത് കുട്ടികൾ അവിടെ കാശ് കൊടുത്ത് വാങ്ങുന്നതിൻ്റെ ചിത്രം. അതുകൂടി കാണാം. Children caught buying flour that was meant as free aid. ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനം കാശ് കൊടുത്ത് വാങ്ങിക്കുക. ഇതാണ് നമ്മളെ ഹമാസ് മുതലാളിമാർ. എന്നിട്ട് പറയും നാട്ടുകാരെ പട്ടിണിക്കിടുന്നേ എന്ന്. ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ്? ഇനി അടുത്തത്, പലസ്തീനിയൻ ജേർണലിസ്റ്റ് സെയ്സ് ഹമാസ് സ്റ്റീൽസ് ആൻഡ് സെൽസ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്. ഇനി ഒരു പലസ്തീനിയൻ ജേർണലിസ്റ്റ് തന്നെ പറയുന്നത് കേട്ടാളാം. هذا في يوم واحد 97 شاحنة تحمل عشرات آلاف الأطنان. في هذا الوقت يوجد مجاعة في غزة ولا يوجد طحين والناس تأكل التراب. من سيقنعني بأنه العملية ببساطة أنه اثنين قاموا بهذه العملية؟ هناك آلاف. Thousands of people are involved in this operation. بين خطف hijacking the trucks, getting them in, unloading them, وتنزيل الشاحنات ثم بيع الشاحنات selling to merchants and then distributing it. هذه العملية This operation has been going on for years. It did not happen overnight. Therefore, when Hamas says that it killed the people who are responsible for this, it is fooling us. This is nonsense. This is illogical. Nobody believes that. Today, Hamas is present at the markets. The aid is being sold in the markets of Gaza for more than a year now. ഇത് ഒരു വർഷത്തിലധികമായിട്ട് നടക്കുന്ന കാര്യമാണെന്നാണ് ഈ പറയുന്നത്. അതാണ് നമ്മളിവിടെ കണ്ടത്. ഇത് ഹമാസ് അല്ല, ഹമാസിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുന്നത് പാലസ്തീനിയൻ ജേർണലിസ്റ്റ് തന്നെയാണ്. ഇത് ഇവിടെ കാണും. ഇനി അടുത്തത്, ഗാസൻ റെസിഡൻറ്റ്, അതായത് ഹമാസ് അക്യൂസ്ഡ് ബൈ ഗാസൻസ് ഓഫ് ഫയറിംഗ് അറ്റ് സിവിലിയൻസ് ആൻഡ് സ്റ്റീലിംഗ് ഫുഡ് എയ്ഡ്. അതിൻ്റെ ഒരു സംഭാഷണം കൂടി ഒന്ന് കേട്ടേക്കാം. الجيش لما انضرب عليه هون، بس اللي كانوا يطبخوا الحماس بدهمش يخلوا الناس تاخذ مساعدات، بدهم يفشلوا المخطط. يعني هم عايشين على السرقه وعلى التسول. They live of theft. So Hamas terrorists were the ones who fired at the people. Yes, of course. This is not the first time. They want to foil the plan so the aid will go to them, allowing them. They live on the aid. Deals, sales, money, food and drink, all of that. Their own men and Hamas. Today they have gone. وشافت وكانت كوبيت لانه شافوا منهم جماعتهم في المنطقه. حتى هم طالبوا، اقول لك لازم المساعدات تخش عبر الامم المتحده عبر المؤسسات الدوليه زي زمان عشان يسرقوها. والله بعين والله بعين. دول بس قاعدين يخربوا ويعطلوا على الناس بدل ما يوافقوا ويعطوا ويساعدوا الناس. لا والله مجرمين يا والله مجرمين والله دواعش. اسمعوا اقسم بالله هذول يا جماعه حيوانات بشريه، مش بشر ما عندهم لا بيحنوا على شعبهم اطلاقا. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഹമാസ് സ്വന്തം നാട്ടുകാരെ പട്ടിണിക്ക് ഇടുന്നതെന്നുള്ളതാണ്. അവർക്ക് ഈ സാധനം UN-ൻ്റെ കയ്യിലൂടെയും അതുപോലെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ കയ്യിലൂടെയും വരണം. അല്ലാതെ GHFൻ്റെ കയ്യിലൂടെ വന്നാൽ അവരുടെ കയ്യിലേക്ക് സാധനം എത്തുന്നില്ല, സ്റ്റീൽ ചെയ്യാൻ കഴിയുന്നില്ല. ഇത് ഓർഗനൈസ് ചെയ്ത് ചെയ്യുന്ന പണിയാണ് ഇസ്രായേൽ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിപ്പോൾ അവിടെ നടക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. ഇനിയിപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇതിൻ്റെ ഹമാസ് സ്റ്റീലിംഗ് എയ്ഡ് അഗൈൻ, അതിൻ്റെ ഒരു വീഡിയോ കൂടി കണ്ടേക്കാം. ട്രക്ക് പോകുന്നു, അതിന് മുകളിൽ കയറുന്നു, പിടിക്കുന്നു, അവർ ഓടിച്ചുകൊണ്ട് പോകുന്നു. ഇതാണ് അവിടെ സംഭവിക്കുക. ഇതിൻ്റെ വീഡിയോ എണ്ണിയാൽ തീരാത്ത അത്രയും നിങ്ങൾക്ക് കിട്ടും. ഇനി ഹമാസ് ട്രിപ്സ് ബീറ്റ്സ് ആൻഡ് ഫോഴ്സസ് ഗാസൻസ് ടു മാർച്ച് ആഫ്റ്റർ ടേക്കിംഗ് ദർ എയ്ഡ്. അടുത്തത്, സ്വാതന്ത്ര്യ സമരം കേട്ടോ നടക്കുന്നത്, സ്വന്തം ജനതയെ തല്ലി പൂശിയിട്ട്. ഓക്കെ, ഇതൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾ മദ്രസ ജീവികൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഇനി മറ്റൊരു തെളിവെന്ന് പറയുന്നത്, നിങ്ങൾ ഹോസ്റ്റേഴ്സായിട്ട് പിടിച്ചുകൊണ്ട് പോയ അവിടെ അവരുടെ തടവറയിൽ കുറേ കാലം കിടന്ന് എലി ഷറാബി എന്ന് പറയുന്ന ഒരു ഹോസ്റ്റേജ്, അയാൾ പുറത്ത് വന്നിട്ട് അയാൾ കണ്ണിൽ കണ്ട കാര്യം കൂടിയാണ് അയാൾ അവിടെ പറയുന്നത്. അതും കൂടി ഒന്ന് കേട്ടാളാം. ഐ വിറ്റ്നസ്. That you discussed the humanitarian situation in Gaza very often. But let me tell you,
as an eyewitness. I saw what happened to that aid. Hamas stole it. I saw Hamas terrorists carrying boxes with the UN and UNRWA emblems on them into the tunnel. Dozens and dozens of boxes, paid by your government. Feeding terrorists who tortured me and murdered my family. They would eat many meals a day from the UN aid in front of us, and we never received any of it. When you speak of humanitarian aid, remember this. Hamas eats like kings, while hostages starve. Hamas steals from civilians. കേട്ടല്ലോ, ഐ വിറ്റ്നസ്സാണ് ഈ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇത് വെച്ചിട്ട് മുന്നോട്ട് പോകാനേ നമുക്ക് പറ്റുള്ളൂ. തീവ്രവാദികളെക്കാൾ കൂടുതൽ വിശ്വസനീയം ഇവരെ തന്നെയാണ്. ഇനി അടുത്തത് ഇതിൻ്റെ ലൈവ് വിഷ്വൽസ്, അവിടെ ഈ സാധനങ്ങൾ കൂട്ടിയിട്ട് അവിടെ നശിച്ചു പോകുന്നതിൻ്റെ ചിത്രം, അതും കൂടി നമുക്കൊന്ന് കാണാം. This is a monument to the catastrophic failure of the United Nations to deliver aid into Gaza. Hundreds upon hundreds of pallets of aid just rotting in the sun instead of being delivered to the people who need it. The UN prefers blaming Israel, bitching about Israel. The reality, incompetence. And it's blaming Israel to cover up for that criminal negligence. The UN should do its job. Get the food to the people who need it, make sure that Hamas cannot steal it, and then pressure Hamas to accept a ceasefire that will release the hostages who are being starved inside the dungeons of Gaza, relinquish power, and let everyone put this horrible war that Hamas started behind us. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ പട്ടിണി വലിയ വിഷയമാണെന്നുണ്ടെങ്കിൽ ഈ പട്ടിണി എന്തുകൊണ്ടാണ് ഉണ്ടായത്? യുദ്ധം ഉണ്ടായതുകൊണ്ടല്ലേ. യുദ്ധം എങ്ങനെയാണ് ഉണ്ടായത്? ഒക്ടോബർ 7 നിങ്ങൾ ഈ കാണിച്ച പോക്കരിത്തരം കാരണമല്ല. എന്നിട്ടും നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുത്താൽ ഈ യുദ്ധം തീരില്ലേ? എന്താ നിങ്ങളത് ചെയ്യാത്തത്? എന്താ അതിനെക്കുറിച്ച് ആരും മിണ്ടാത്തത്? അവിടെയാണ് നമ്മൾ ഈ പറയുന്നത് യെല്ലോ പിന്നും കുത്തി നിറച്ച് നമ്മൾ നടക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇത് പറയും. അതായത് ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കുക, യുദ്ധം അവസാനിപ്പിക്കുക, നിങ്ങളുടെ ഈ തരികട പരിപാടി ഈ നരനായിട്ട് നിങ്ങളുടെ അവസാനിപ്പിക്കുക, വാള് താഴെ വെക്കുക, എന്നിട്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴി നിങ്ങൾ തന്നെ മുന്നോട്ട് വരിക. സീസ് ഫയർ എന്നും പറഞ്ഞ് നടന്നാൽ പോരാ, ഇനി ഇത് നിങ്ങൾ അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. ഈ ഒരു കണ്ടീഷനും അൺകണ്ടീഷണലി നിങ്ങൾ ആ സാധനം ആളുകളെ വിട്ട് കൊടുക്കുക. 50ഓളം പേരാണ് ഇനി, അതിൽ എത്ര പേര് ജീവനോടുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ പറയേണ്ടി വരും. ഇനി GHFൻ്റെ തന്നെ മുതലാളിമാർ US ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഇനി അതിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിൻ്റെ ഒഫീഷ്യൽസൊക്കെ ആയിട്ടുള്ള ആളുകൾ അതിൻ്റെ ഡീറ്റെയിൽ പറയുന്നത്. അതുകൂടി ഒന്ന് കേട്ടോളൂ. I'm Chebin Faye, spokesperson for the Gaza Humanitarian Foundation, and I'm here in Gaza today to give you another update about what's actually happening on the ground. This morning, I was in GHF distribution where we fed hungry, desperate people. And now I'm here again. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇയാൾ എന്തിനാണ് ഈ നെഞ്ചത്തി സാധനം കെട്ടിക്കൊണ്ടിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ വെസ്റ്റൊക്കെ ഈ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഇടേണ്ട ആവശ്യം എന്താ ഉള്ളത്? ആരാണ് ഇയാളെ വെടിവെക്കുക? ഇസ്രായേൽ എന്തായാലും വെടിവെക്കാൻ പോകില്ല. പിന്നെ ആരായിരിക്കും വെടിവെക്കുന്നത്? അത് ഹമാസ് അല്ലേ? ഹമാസ് എന്തിനാണ് ഈ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സൈറ്റിലേക്ക് വെടിവെക്കുന്നത്? അതിനി നിങ്ങൾ പറയാം. കാക്കമാർ, ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയും. എന്തിനാണ് ഇയാൾ ഈ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റൊക്കെ ഇട്ട് നിൽക്കേണ്ട? ഇസ്രായേൽ ഏതായാലും വെടിവെക്കാൻ പോകുന്നില്ല, അപ്പോൾ പിന്നെ ആരെ വെടിവെക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞുതരാം. ഓക്കെ. In Gaza, in front of all of these UN aid trucks, where aid is just sitting here out of reach of the people who need it most. ചിത്രം കണ്ടോളൂ. But GHF was never designed and never supposed to solve this problem alone. And we cannot solve this problem alone. That's why, from the very beginning, we pushed hard for the UN to be here in Gaza. But the UN cannot get its food out. The UN cannot deliver this humanitarian aid. UN truck sitting idly at the Karem. And I'm not sure what the reason is. Whether it's looters, safety, or whether they're playing politics, it just doesn't matter. The people of Gaza deserve better. അതന്നെ നമ്മൾ പറയുന്നത്. ആ ജനതയെ ബുദ്ധിമുട്ടിക്കണം, അവസാനിപ്പിക്കണം. നിങ്ങൾ ഈ ഫേക്ക് കഥകളുണ്ടാക്കി ഫേക്ക് ചിത്രങ്ങൾ വെച്ച് രോഗാവസ്ഥയിലുള്ള കുട്ടികളുടെ ചിത്രം കാണിച്ച് പട്ടിണിയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ ചെയ്യുന്ന ചെയ്ത്തിൽ സത്യത്തിൽ കുഴപ്പത്തിലാവുന്നത് എന്താണ്? ഈ പറയുന്ന പ്രോസസ്സ് ആണ് ഇവിടെ കുഴപ്പത്തിലാവുക. അത് കുഴപ്പത്തിലായി. എന്താണ് കാരണം? ഇവിടെ അടുത്ത ചിത്രം കാണാം. ഇവിടെ ഇപ്പോൾ ഒരു പാനിക് മോഡിലേക്ക് പോയി. ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? എയർ ഡ്രോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ എയർ ഡ്രോപ്പ് ചെയ്യുന്ന സംഗതി എന്ന് പറയുമ്പോൾ ഇത് കൂടുതലും ഇത് എത്തുകാരുടെ കയ്യിലേക്കാണ്. നിങ്ങൾ തന്നെ ഊഹിക്കുക, ഈ ഹമാസിൻ്റെ കൈകളിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഇത് കൂടുതൽ. അവിടെ ഇനിയും ആളുകൾ കൊല്ലപ്പെടും. അപ്പോഴും ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല. പക്ഷേ ഇത് ചെയ്യലല്ലാതെ വേറെ വഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരികയാണ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അവിടെ കാണാം.
എയർ ഡ്രോപ്പ് ചെയ്യണം. ഇതിപ്പോൾ ഇന്നൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് ഈ കാണുന്നത്. അതിൻ്റെ വിഷ്വൽസാണ് ഈ വിടുന്നത്. അതായത് ഇസ്രായേൽ എയർ ഡ്രോപ്പ് ചെയ്യുന്ന അവസ്ഥ, എയ്ഡ് എയർ ഡ്രോപ്പ് ചെയ്യുക. വളരെ ഇൻഎഫക്റ്റീവായിട്ടുള്ളൊരു വഴിയാണെന്നാണ് ഞാൻ പറയുള്ളൂ. പക്ഷേ ഇത് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു പാനിക് മോഡിലേക്ക് ഇസ്രായേലിനെ തള്ളിവിടുക എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത്. ഏതായാലും ഇത് July 4th വീഡിയോ ആണ്. പാലസ്റ്റീനിയൻസ് ഇൻ ഗാസ താങ്ക് പ്രസിഡന്റ് ട്രംപ്. ഞാൻ പറഞ്ഞല്ലോ, ഈ GHF എന്ന് പറയുന്ന സാധനം ആളുകളുടെ കണ്ണിൽ അത് അമേരിക്കൻ എയ്ഡായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ ആ രീതിയിലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടോളാം. قدمتها الولايات المتحدة الأمريكية لشعب غزة الكريم أكثر من 1 مليون فرد غذائي. إن شاء الله سوف نكون في خدمتكم غدا. شكرا للرئيس دونالد ترامب. ഓക്കെ, അപ്പോൾ ഇതൊന്നും കാണിച്ച് നമുക്ക് സന്തോഷിക്കേണ്ട സാധനമൊന്നുമല്ല. പക്ഷേ ഇത് എത്തിയത് എന്തുകൊണ്ടാണ്? ഈ വിഷയത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ എല്ലാം ഇസ്രായേലിൻ്റെ തലയിലേക്ക് ഇട്ടിട്ട് മുങ്ങാം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു രീതി. ആ സ്ട്രാറ്റജി ഇനി വിജയിക്കില്ല. അതൊക്കെ എന്താ പറയുക, അതൊക്കെ മറികടക്കാനുള്ള അവസ്ഥ ഇവിടെ ഉണ്ട്. ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുന്നത് അതാണ്. അപ്പോൾ ഏതായാലും സ്റ്റോപ്പ് ബ്ലെയിമിങ് ഇസ്രായേൽ ആൻഡ് സ്റ്റാർട്ട് ബ്ലെയിമിങ് ഹമാസ് ഫോർ ദ റിയൽ പ്രോബ്ലംസ്. ഇതാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവാത്ത കാലത്തോളം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളതിനാണ് നമുക്കും പറയാനുള്ളത്. ഇനി അതിനോടൊപ്പം ഞാനൊരു കാര്യം കൂടി ഒന്ന് ചേർത്ത് പറയുകയാണ്. അത് നമ്മളുടെ സിറിയയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. അവിടെ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി നേരിടുന്ന ആ വംശഹത്യ. കാക്കമാർ ശ്രദ്ധിക്കുക, ഡ്രൂസ് ഓക്കെ, സിറിയയിൽ അവിടെ കൊന്നുകൊല വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കാക്കാമാർ, സുന്നി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, ജിഹാദികൾ. അവിടെ ജിഹാദ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രൂസ് വംശജരായിട്ടുള്ള ആളുകളെ കൊന്നുകൊല വിളിച്ചു. അവർ ഒരുപാട് പേരെ, ഓൾമോസ്റ്റ് 1000-ലധികം ആളുകളെയാണ് നിങ്ങൾ കൊന്നു തള്ളിയത്. അപ്പോൾ അത് നിങ്ങൾ ജനോസൈഡ് നിങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. വളരെ മോശമാണ് കേട്ടോ. നിങ്ങളുടെ മാനവികത അവിടെ സൂചി ഇടിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ സാമാനം അവിടെ പൊങ്ങിയില്ല എന്ന് വേണം പറയാം. അപ്പോൾ അത് വളരെ മോശമായിപ്പോയി. ഏതായാലും ഇവിടെ നമ്മളൊരു വീഡിയോ, അതെന്താണ്, എ ഡ്രൂസ് വുമൻ ഫ്രം സിറിയ സർവൈവ്ഡ് എ മാസക്കർ ബൈ പ്ലേയിങ് ഡെഡ് ആഫ്റ്റർ ബീങ് ഷോട്ട് ഇൻ ദ ബാക്ക്. പുറത്ത് വെടികൊണ്ടിട്ട് ആൾ മരിച്ച പോലെ കിടന്ന് അഭിനയിച്ചു. അങ്ങനെ ആൾ സർവൈവ് ചെയ്തു. ഷീ ഹേർഡ് ദ കില്ലേഴ്സ് ലാഫ്. വി കിൽഡ് ഓൾ ദ ഡ്രൂസ് പിക്സ്. എല്ലാ ഡ്രൂസ് പന്നികളെയും ഞാൻ കൊന്നു എന്ന്. ഈവിൾ ലൈക്ക് ദിസ് കാൺ ബി ഇഗ്നോർഡ് എന്നാണ് നമ്മൾ പറയുക. പക്ഷേ കാക്കമാർ ഇത് കണ്ട ഒരു ഭാവമില്ല. അവർക്കിതൊരു വിഷയമേ അല്ല. അപ്പോൾ ആ പെൺകുട്ടി പറയണത് നമുക്ക് മനസ്സിലാവില്ല, അവരുടെ ഭാഷ വേറെയാണ്. പക്ഷെ എന്നാലും ഒന്ന് കേട്ടാളാം. بعدين فتحوا باب السيارة واحد كفي بعد متصاب بس بإيده وبظهره، وفتح باب السيارة وقوس نص راسه، وقع على حضني. فتح باب السيارة الورانية وقوس كل اللي كانوا مرتين، وبعدين تركونا. എന്തായാലും ആ നറേഷൻ അവിടെ പലതും ഉണ്ട്. ഭാഷ മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ അധികം പ്ലേ ചെയ്ത് സമയം കളയുന്നില്ല. അപ്പോൾ ഇത് പ്ലേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന കുറേ കാക്കാൻ തെണ്ടികളുണ്ട്. അവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ പറയുന്ന കണ്ണടച്ച് ഇരുട്ടാക്കിയാലൊന്നും ഇരുട്ടാവില്ല പൊന്ന് കോയമാരെ. ഇതാണ് ഇവിടുത്തെ വിഷയം. ഇത് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം. നിങ്ങളുടെ ഈ വൺ സൈഡഡ് മാനവികത, വൺ സൈഡഡ് ഈ പറയുന്ന വർഗീയതയ്ക്ക് എതിരെയുള്ള നിങ്ങളുടെ നിലപാടെന്നൊക്കെ പറയുന്നത് അതൊക്കെ എന്താ പറയുക, ഇരട്ടത്താപ്പാണ്. അത് ഹിപ്പോക്രസിയാണെന്നുള്ളത് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നിലവിളിയൊക്കെ നിർത്തിയിട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇതിനകത്തൊക്കെ ഒരു പ്രശ്നം കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം എവിടെ കണ്ടാലും നിങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിക്കണം. അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അവിടെയാണ് നമ്മളിത് പറയേണ്ടി വരുന്നത്. ഏതായാലും ഇത് ഒന്ന് ഓർമ്മിപ്പിക്കണം വിചാരിച്ചു. അതോടൊപ്പം തന്നെ ഈ ഡ്രൂസ് വംശജർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ ചില സമയം കിട്ടിയപ്പോൾ ഒഴിവ് വേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊന്ന് കണ്ടോ. അപ്പോൾ അതിൻ്റെ മിഡിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്. അതും കൂടി ഒന്ന് കാണുക, ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ.
ഞങ്ങൾ ഡ്രൂസിനെയൊക്കെ തുടച്ച് കളഞ്ഞിട്ടുണ്ട്, ഞങ്ങളിത് ഗാസയിലേക്ക് വരികയാണെന്നാണ് പറഞ്ഞത്. ആ തക്ബീറുണ്ട് കേട്ടോ. وكذلك بإذن الله وكذلك المسجد الأقصى وكذلك مسجد محمد وكذلك الكعبة ندخلها بإذن الله. مكبر. അപ്പോൾ ഇത് കേട്ടല്ലോ. അപ്പോൾ അതെ, ഞങ്ങൾ ഡമാസ്കസിൽ വന്ന് ഈ സാധനമൊക്കെ തീരുമാനമാക്കിയിട്ടുണ്ട്, ഡ്രൂസിൻ്റെ കാര്യമൊക്കെ. ഇനിയിപ്പോൾ അടുത്തത് ഞങ്ങൾ ഗാസയിലേക്കാണ് വരാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ടാണ് പറഞ്ഞു വെക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഊഹിക്കുക? റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അവിടെ ആരെയാണ് കൊന്നുകൊള്ളാൻ പോകണമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് പേപ്പട്ടി മതമാണെന്ന്. ഇതിനെ കുറഞ്ഞ് നമുക്കൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാനില്ല, പേപ്പട്ടി മതം. അതങ്ങനെ തന്നെ നമ്മൾ പറയുള്ളൂ. എന്തായാലും അത് പറയാനുള്ള എല്ലാ അവകാശവും നിങ്ങൾ തന്നെയാണ് വെച്ച് തന്നിരിക്കുന്നത്. ഇനി സാന്ദർഭികമായിട്ടൊരു വീഡിയോ, ഇതൊരു പാലസ്തീനിയനാണ്. ഇദ്ദേഹം പറയുന്ന ഒരു സാധനം കൂടി ഒന്ന് കേട്ടോളൂ, ഈ നക്ബ എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ കോളേഴ്സിലേക്ക് പോകാം, നമുക്ക് സമയമുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, ഒരു 2 കോളൊക്കെ എടുക്കാം. ഓക്കെ. نكبة نكبة نكبة، كل تعليقاتكم قتلونا هجرونا اضطهدونا. طيب تعالوا نحكي عن النكبة، بس عن نكبة اليهود بالدول العربية. من نص القرن العشرين مئات آلاف اليهود تم طردهم وتهجيرهم كثرة من دول عربية مثل مصر، العراق، اليمن، سوريا، ليبيا، المغرب، تونس، الجزائر. بهاي الدول تعرض اليهود لموجات من العنف، المجازر، مصادرة الأملاك، الطرد المنهجي والتحريض الإعلامي والديني. فقدوا أوطانهم، فقدوا بيوتهم، فقدوا جوازاتهم، وتحولوا بين ليل وضحاها من مواطنين أصليين لغرباء مرفوضين. ما كانش عندهم غير ملجأ واحد بس يروحوا عليه، أرض أجدادهم هون إسرائيل. إذا مش مصدقين اقرأوا مثلا عن مجزرة الفرهود ببغداد عام 1941، يعني قبل النكبة تبعتكم هاي بال48. ببساطة احنا العرب طردنا اليهود من دولنا وبعدين غضبنا لأن نلاقوا وطن يحميهم. فبعتقد المشكلة فينا احنا العرب. عم نتجاهل نص الحقيقة وعم نتقبل حالنا نكون الضحية، بس بنتهرب لما بنكون الجاني. نحكي عن نكبة الفلسطيني بس نسينا نكبة اليهودي. بنصرخ ضد التهجير وساكتين عن تهجير اليهود من دولنا. وليش؟ لأنه هاي النكبة بتفضح روايتنا وبتذكرنا انه مش كل اللاجئين بس من فلسطين، وانه مش بس العرب هن اللي تهجروا. تذكروا التاريخ دائما فيه له وجهين، والعدالة ولا مرة رح تيجي اذا نضلنا نغض نظرنا عن مأساة طرف واحد وعم نكبر بمأساة الطرف الثاني. العدالة الحقيقية بتبلش لما نكون شجعان وبنحكي القصة كلها، مش لما نختار منها بس شو مريح لضميرنا وبس النص اللي بيخدمنا. سلام. ഈ ലാസ്റ്റ് പറഞ്ഞാണ് ഇതിനകത്ത്, അതായത് ഈ നക്ബ എന്ന് പറയുന്ന സാധനത്തിൻ്റെ യാഥാർത്ഥ്യം പുള്ളി ഒന്ന് വിശദീകരിച്ചാണ്. നിങ്ങൾ പോസ് ചെയ്തിട്ട് രണ്ടാമത് കണ്ട് പറഞ്ഞോളൂ, ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇതിൽ ലാസ്റ്റ് പറഞ്ഞൊരു ഭാഗം നമുക്കൊന്ന് പറയാം. അതായത് റിമെമ്പർ എന്ന് പറഞ്ഞിട്ട് ആൾ പറയുന്ന ഒരു ഭാഗം, അത് നമുക്കൊന്ന് റീപ്ലൈ ചെയ്യാം. ഹിസ്റ്ററി ഓൾവേസ് ഹാസ് 2 sides. ചരിത്രത്തിന് എപ്പോഴും 2 ഭാഗങ്ങളുണ്ട്, 2 വശങ്ങളുണ്ട്. ഓക്കെ. And true justice will never come if we keep turning a blind eye to the pain of one side. അപ്പോൾ നിങ്ങൾക്ക് ആ ചരിത്രത്തിന് 2 ഭാഗമുണ്ടെന്ന് പറയുമ്പോഴും അതിനകത്ത് നിങ്ങൾ ചരിത്രപരമായിട്ടുള്ള ചില സംഗതികൾ കാണിച്ചുകൊണ്ട് നിങ്ങളെപ്പോഴും ഇൻജസ്റ്റിസ് പറയുന്ന ഒരു പണി നമ്മളിവിടെയൊക്കെ കാണാറുണ്ട്. ആ സമയത്ത് നിങ്ങൾ അവിടെ ജസ്റ്റിസാണ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഭാഗം നേരിട്ടിട്ടുള്ള പ്രശ്നത്തെ കണ്ണടച്ചിരുട്ടാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ജസ്റ്റിസ് കൊണ്ടുവരാൻ കഴിയില്ല. ഒരു വളരെ നോർമലായിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ പറയുന്നത്. ഇതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. വളരെ അർത്ഥവത്തായി നമ്മൾ പറയാറുണ്ട്, ഈ എന്താണ് ട്രൂത്ത് ആൻഡ് റെക്കൺസീലിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു സംഭവം നമ്മൾ പറയാറുണ്ട്. അതിൽ ഈ ട്രൂത്ത് എന്ന് പറയുന്ന സാധനമാണ് ഈ പറയുന്ന സംഗതി. അതായത് ഒരു റെക്കൺസീലിയേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ
ഇരുവശത്തും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ അത് സംഭവിച്ചു എന്ന് പറഞ്ഞ് തിരുത്താനും എന്ന് പറഞ്ഞ് നിലനിർത്താൻ നമുക്ക് പറ്റണം. അതിനെ ആക്സെപ്റ്റ് ചെയ്ത് അക്നോളജ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. അതിവിടെ പറ്റുന്നില്ല. ഇവിടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ സംഭവിക്കുന്നതാണ്. അതായത് ഇവിടെ ഇപ്പോൾ മുഗളന്മാരുടെ ചരിത്രം നമ്മൾ എടുക്കുക. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അത് റിമൂവ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ച വന്നു. ഞാൻ ആ സംഗതിയോട് യോജിക്കുന്ന ആളാണ്. കാരണം നമ്മളൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഈ മുഗളന്മാരുടെ ചരിത്രം പറഞ്ഞ് അവരെന്തോ നല്ല മനുഷ്യന്മാരാണെന്നുള്ള രീതിയിലാണ്. ഔറംഗസീബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പൂക്കച്ചവടക്കാരനാണെന്നാണ് നമ്മളൊക്കെ പഠിപ്പിച്ച് വെച്ചത്. പുള്ളി ആരുടെ പൂവാണ് പറിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് പിന്നല്ലേ മനസ്സിലാവണേ. ഇതാണ് അവസ്ഥ. അപ്പോൾ അത് പാടില്ല. ആ വസ്തുതയായിട്ട് നമുക്ക് പറയാൻ കഴിയണം. ഇനി അങ്ങനെ ഒരു വസ്തുത ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനി അത് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ പറയാൻ നിൽക്കരുത്. അതല്ലേ നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അതല്ല നിങ്ങളത് വളച്ചൊടിച്ച് പറയാണ്. അവിടെ തീരെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത്. ഇവിടെ സംഭവിച്ച അതാണ്. ഇവിടെ ഔറംഗസീബ് എന്നൊക്കെ പറഞ്ഞ ഒരു നല്ല മനുഷ്യനായിട്ട് അവതരിപ്പിക്കുന്നു. ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല മനുഷ്യനായിട്ട് അവതരിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ മറ്റുള്ള വശത്തുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നു. എന്നിട്ട് ഇവിടെ പറയുമ്പോൾ ഹിന്ദുക്കൾ നേരിട്ടിട്ടുള്ള ആ ചരിത്രപരമായിട്ടുള്ള അവരുടെ അവസ്ഥ നേരിട്ടിട്ടുള്ള ആ ഒരു സംഗതിയെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാതെ ബാക്കിയുള്ളത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന് എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അത് മുസ്ലിം വേട്ട എന്ന് പറഞ്ഞ് ചിത്രീകരിക്കാനുള്ളൊരു വഴിയായിട്ട് അതിനെ ഒരുക്കി നിർത്തുമ്പോൾ അത് നമുക്ക് പറ്റില്ല. അതാണ് നമ്മൾ ഇപ്പോൾ നമുക്കൊക്കെ ഈ ഒരു ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇത് പറയുമ്പോൾ ആ ഒരു ക്ലാരിറ്റി വരുന്നതിൻ്റെ കാരണം അതാണ്. കാരണം ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു പെർസിക്യൂഷൻ, ഒരു ഹിന്ദു പെർസിക്യൂഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയും ഒരു ഹിന്ദു ഹോളോകോസ്റ്റ് നടന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രമാത്രം ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തിയിട്ടുള്ളൊരു ചരിത്രമാണ് ഈ പറയുന്ന ഇന്ത്യയിലുള്ളത്. അതിപ്പോൾ നമ്മളുടെ കുഞ്ഞാലി മരക്കാറായാലും ശരി, ഇനി ആര് തന്നെ ആയാലും ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്തു വെച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ വലിയ പ്രശ്നമാണത്. കുഞ്ഞാലി മരക്കാറല്ലല്ലോ, എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേര് എന്തായാലും പെട്ടെന്ന് നമ്മളുടെ 1921 ആ മുതലാളി ഇതേപോലുള്ള ആൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു തങ്കപ്പെട്ട മനുഷ്യനായിട്ട് മാറുകയാണ്. അതേസമയം മറ്റുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ഈ ഹിന്ദുക്കൾ മാത്രം വില്ലൻ വേഷത്തിലേക്ക് വരുന്നത് അത് ശരിയല്ല. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് തിരുത്തണം. അവിടെയാണ് ഇദ്ദേഹം പറഞ്ഞ ഈ ഭാഗം നമ്മളവിടെ പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റിസ് വേണമെന്നുണ്ടെങ്കിൽ ഇരുവശത്തെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കണം എന്നുള്ളതാണ്. വൈൽ മാഗ്നിഫൈങ് ഓൺലി ദ പെയിൻ ഓഫ് ദ അതർ. ഒരു വശത്തെ വേദന മാത്രം നമ്മൾ കൂട്ടി പറയാം. അത് ശരിയല്ല എന്നാണ് ഈ പറയുന്നത്. വാര്യം കുന്നൻ, അത് തന്നെ വാര്യം കുന്നൻ. ആ വാര്യം കുന്നനെ കുറിച്ചാണ് ഇവിടെ ആളുകൾ തേനും പാലും ഒഴുക്കാറുള്ളത്. അത് പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു ഓർമ്മിപ്പിച്ചതിന്. റിയൽ ജസ്റ്റിസ് ബിഗിൻസ് വെൻ വി ആർ ബ്രേവ് ഇനഫ് ടു ടെൽ ദ ഫുൾ സ്റ്റോറി. അതാണ് പറയുന്നത്. മുഴുവൻ ചരിത്രം നമുക്ക് പറയാൻ കഴിയണം. അത് മുഗളന്മാരുണ്ടാക്കിയ കുഴപ്പവും നമുക്ക് പറയാൻ കഴിയണം. അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചതും നമുക്ക് പറയാൻ കഴിയും. അല്ലാതെ ബാബറി മസ്ജിദ് പൊളിച്ചത് മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. ബാബറി മസ്ജിദ് എങ്ങനെ പണിതത് എന്നും കൂടി നമ്മൾ പറയണം. അതിൻ്റെ അടിയിൽ അമ്പലം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയണം. അപ്പോഴാണ് അതിനകത്തൊരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. അതാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. ഓക്കെ, not just the parts that soothe our conscience or serve the narrative. നമ്മളുടെ കഥകളും നമ്മളുടെ ചില കെട്ടുകഥകളും അത് അവിടെ സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. ഓക്കെ, എന്ന് വെച്ചാൽ ബാബരി മസ്ജിദ് പൊളിച്ചത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ എന്നുള്ളതാണ്. ഇതാണ് പറഞ്ഞത്. ഇതൊരു നല്ല മെസ്സേജായിട്ട് എനിക്ക് തോന്നി ഈ വിഷയത്തിൻ്റെ. നമ്മൾ എന്തുകൊണ്ട് ഈ ഇസ്രായേലിൻ്റെ വശം പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ കാരണം. കാക്കമാർ ശ്രദ്ധിക്കുക, കാക്കാന്മാർ കോയാസ് പ്ലീസ് ഇവിടെ ശ്രദ്ധിക്കുക. ഇതാണ് കാരണം. ഓക്കെ, എന്തുകൊണ്ട് കൊടി അവിടെ വെച്ചിരിക്കുന്നു, എന്തുകൊണ്ട് ഇതിവിടെ കുത്തിയിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഇതിൻ്റെ കാരണം ഇതാണ്. ഇത് മാത്രമല്ല, അത് നിങ്ങളുടെ ഈ മറ്റേ കള്ളിക്കോണകവും ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ വെക്കണതിന് വേണ്ടിയിട്ട് അതെ ഇവിടെ ഇരിപ്പുണ്ട് സാധനം, നിങ്ങൾക്ക് വിഷമമുണ്ടാന്ന് ചോദിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നമ്മളവിടെ കളി. ഇതെന്തിനാണ് അവിടെ ഇട്ടിരിക്കുന്നത്? നിങ്ങൾ ഇതിൻ്റെ കഥ മാത്രം പറഞ്ഞാൽ പോരാ. നിങ്ങൾ ഈ പറയുന്ന സാധനത്തിൻ്റെ എല്ലാ വശവും പറയാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അതില്ലാതെ നിങ്ങൾ അവിടെ പട്ടിണി മാത്രം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഒരു ഒക്യുപ്പേഷൻ, ഇസ്രായേൽ ഒക്യുപ്പൈ ചെയ്തെന്നാണ് പറയുന്നത്. മണ്ണാങ്കട്ടയാണ്. എവിടെയാണ് ഒക്യുപ്പൈ ചെയ്തത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സാധനം, ഒരു ചരിത്രമില്ല. പണ്ടേ അവിടെ ഉണ്ടായിരുന്ന ഈ ജൂതന്മാരെ ആട്ടി ഓടിച്ചതിൻ്റെ ചരിത്രം അവിടെ ഉണ്ട്. അവിടെ ആ സ്ഥലം നിങ്ങൾ വിസിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അതാണ്. അവിടെ നിങ്ങൾക്ക് ലെയേഴ്സായിട്ട് ഇതിൻ്റെ ചരിത്രം അവിടെ ഉറങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോഴും നിങ്ങൾക്ക് കാണാമെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ വസ്തുത മനസ്സിലായിട്ട് നമ്മളിത് പറയുന്നത്. ആ ഒരു കൺവിക്ഷൻ നമുക്ക് വരുന്നത് അതുകൊണ്ടാണ്. ഇതിൻ്റെ ഒരു ക്ലാരിറ്റി വരുന്നത് അതുകൊണ്ടാണ്. അത് നമ്മൾ പറയും. അത് നിങ്ങൾക്ക് ദഹിക്കാത്തത് അത് നിങ്ങളുടെ ദഹനക്കേടിൻ്റെ പ്രശ്നമാണ്. അതിന് വല്ല മറ്റേ ആയുർവേദമൊന്നും പോയി കഴിച്ചേക്കരുത്. നല്ല അസൽ മരുന്ന് വേറെ വല്ലതും കിട്ടണം. ഇനി മറ്റേ കരിഞ്ജീരകം ഒട്ടകമൂത്രത്തിൽ ചാലിച്ച് തേനും കൂട്ടി കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. അത് നല്ല ബെസ്റ്റ് മരുന്നാണെന്ന് മറ്റേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് ചിലപ്പോൾ ശരിയായിരിക്കും. ബാക്കി ആയുർവേദ ഹോമിയൊന്നും കഴിച്ചേക്കരുത് ദഹനക്കേട് മാറാൻ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് വിളിക്കാനുള്ള സമയമാണ്. സോ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.